ഒരു സക്സസ്ഫുൾ പേഴ്സൺ ആവണമെന്ന് ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്കൊരു ആഗ്രഹം തോന്നിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. അവസാനം വരെ നിർബന്ധമായും കാണുക. നിങ്ങൾക്ക് ഞാനൊരു ഇൻട്രസ്റ്റിംഗ് തിയറി പറഞ്ഞു തരാം, ബാംബു ട്രീ തിയറി. അപ്പൊ തിയറി എന്ന് കേൾക്കുമ്പോൾ തന്നെ വലിയ എന്തോ നമുക്ക് പഠിക്കാനുള്ള തിയറികളെ പോലെ എന്തെങ്കിലും സംഭവമായിരിക്കും എന്ന് വിചാരിക്കേണ്ട, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ചൈനീസ് ബാംബു എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ഉണ്ട്. ഈ ചൈനീസ് ബാംബു എന്ന് പറയുന്ന ഒരു പ്ലാന്റ് നമ്മൾ നട്ട് കഴിഞ്ഞിട്ട് ഏകദേശം 5 വർഷം വരെ ആ ട്രീയിൽ നിന്നും ഒരു വളർച്ചയും ഉണ്ടാവില്ല എന്നാണ് പറയണത്. നമ്മളൊരു ചെടി നട്ടിട്ട് 5 വർഷം കഴിയുന്നത് വരെ യാതൊരു ഗ്രോത്തും ആ ചെടിക്ക് ഉണ്ടാവില്ല. അപ്പം നമ്മൾ സാധാരണയായിട്ട് എന്താ ചിന്തിക്കുക, ആ ചെടി നശിച്ചു പോയി അല്ലെങ്കിൽ ആ വിത്തിനെ കൊണ്ട് ഒരു ഉപകാരവും ഉണ്ടായില്ല എന്നുള്ളത്. എന്നാൽ ഈ ഒരു 5 വർഷം കഴിഞ്ഞാൽ വെറും 6 ആഴ്ചകൾ കൊണ്ട് ആ ചെടി 80 അടിയോളം ഉയരത്തിൽ വളരുമെന്നാണ് പറയണത്. 5 വർഷം കഴിഞ്ഞ് 6 ആഴ്ച മതി 80 അടിയോളം ഉയരത്തിൽ ആ ചെടിക്ക് വളരാൻ വേണ്ടിയിട്ട്. അപ്പൊ ആദ്യത്തെ 5 വർഷം ഒരു വളർച്ചയില്ലാതെ ഈ ചെടി എന്ത് ചെയ്യായിരുന്നു? ചെടിയൊക്കെ അറിയാമായിരുന്നു എനിക്ക് ഇത്രത്തോളം വളരാനുള്ള കപ്പാസിറ്റി ഉണ്ട്, ആ കപ്പാസിറ്റി എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ആദ്യം എൻ്റെ റൂട്ടുകൾ സ്ട്രോങ് ആയിരിക്കണം, എൻ്റെ വേരുകൾ സ്ട്രോങ് ആക്കണം. അപ്പൊ ആദ്യത്തെ 5 വർഷം ആ ചെടി ചെയ്ത പ്രോസസ്സ് എന്താ അറിയോ? തൻ്റെ വേരുകൾ, തൻ്റെ റൂട്ട്സ് മണ്ണിലേക്ക് എത്രത്തോളം ആഴത്തിലേക്ക് ഇറക്കാൻ പറ്റുമോ അത്രത്തോളം ആഴത്തിലേക്ക് ഇറക്കി റൂട്ട് സെറ്റാക്കിയതിന് ശേഷം മാത്രമേ ആ ചെടി വളരുന്നുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് തോന്നാം, ഇതൊക്കെ എന്തിനാ സാറേ ഈ ബാംബു ട്രീയും റൂട്ടൊക്കെ ഞങ്ങളോട് പറയുന്നത്? നമ്മുടെ നാട്ടിലെ കുട്ടികൾ പലപ്പോഴും തെറ്റിദ്ധരിക്കുന്ന വലിയൊരു കാര്യമാണ് സക്സസ് എന്ന് പറയുന്നത് പെട്ടെന്ന് നേടിയെടുക്കാൻ പറ്റുന്ന, ഒരു സുപ്രഭാതത്തിൽ നേടിയെടുക്കാൻ പറ്റുന്ന എന്തോ എന്നാണെന്നുള്ളത്. ഇതുപോലെ വലിയൊരു വളർച്ച നമുക്ക് നേടാൻ പറ്റണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മളുടെ റൂട്ട് അത്രത്തോളം സ്ട്രോങ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ ആ ഒരു വളർച്ചയിലേക്ക് എത്താൻ, സക്സസിലേക്ക് എത്താൻ നമുക്ക് പറ്റുള്ളൂ എന്നാണ് ബാംബു ട്രീ തിയറി നമ്മളോട് പറയുന്നത്. നിങ്ങളൊരു സൈക്കിൾ ഓടിക്കാൻ പഠിക്കുകയാണെന്ന് തീരുമാനിച്ചോ, ആദ്യം തന്നെ നമ്മൾ സൈക്കിൾ സ്റ്റണ്ട് ചെയ്യാനോ അല്ലെങ്കിൽ സൈക്കിൾ റേസിൽ പങ്കെടുക്കാനോ ശ്രമിക്കുക? അല്ല, ആദ്യം നമ്മൾക്കൊരു ബാലൻസിങ് കിട്ടണം അല്ലെ? സൈക്കിൾ ബാലൻസ് വേണം. പിന്നെ അത് എങ്ങനെ ഓടിക്കണം എന്ന് നമ്മൾ പഠിക്കണം, എങ്ങനെ ബ്രേക്ക് ചെയ്യണമെന്ന് പഠിക്കണം. അങ്ങനെ ബേസിക് ആയ കാര്യങ്ങൾ, ഈ പറയുന്ന ഫൗണ്ടേഷൻ ലെവലിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് അടിപൊളിയായിട്ട് സൈക്കിൾ ഓടിക്കാൻ പറ്റുള്ളൂ. നമ്മളൊരു വീട് ഉണ്ടാക്കുകയാണെന്ന് വിചാരിച്ചോ, 10 നിലയുള്ള ഒരു വീട് ഉണ്ടാക്കിയാൽ പോലും ആ 10ാമത്തെ നിലയുടെ പോലും നിലനിൽപ്പ് ഉണ്ടാവില്ല. എവിടെയായിരിക്കും? നമ്മൾക്ക് കണ്ണുകൊണ്ട് കാണാത്ത അണ്ടർഗ്രൗണ്ട് ആയിട്ടുള്ള തറയിലായിരിക്കും എന്ന് നമുക്കറിയാം. അപ്പോൾ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം പുറത്തേക്ക് കാണുന്ന സക്സസ്, നമ്മൾ കാണുന്നത് പുറത്തേക്കുള്ള സക്സസ് മാത്രമായിരിക്കും. പക്ഷെ അത്തരത്തിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ഏതൊരു സ്റ്റുഡന്റിന്റെ ജേണിയിലും പറയാനുണ്ടാവുക അവർ നേടിയെടുത്ത ഒരു സ്ട്രോങ് ഫൗണ്ടേഷന്റെ കഥയായിരിക്കും. സപ്പോസ് നിങ്ങൾക്കൊരു എഞ്ചിനീയർ ആവണമെന്നാണ് ആഗ്രഹം എന്ന് വിചാരിച്ചോ. പല ആഗ്രഹങ്ങളുള്ള കുട്ടികൾ ഉണ്ടാവും. നിങ്ങൾക്കൊരു എഞ്ചിനീയർ ആവണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ നിങ്ങൾ ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല എഞ്ചിനീയർമാർ ഒരാളാവണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാത്തമാറ്റിക്സ് അത്രയും സ്ട്രോങ് ആയിരിക്കണം. നിങ്ങളുടെ മാത്തമാറ്റിക്സ് സ്ട്രോങ് ആണെങ്കിലേ നിങ്ങൾക്ക് നല്ലൊരു എഞ്ചിനീയർ ആവാൻ പറ്റുള്ളൂ. അതുപോലെ നിങ്ങൾ വിചാരിക്കുകയാണ് നിങ്ങൾക്കൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആവണം, നിങ്ങൾക്കൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലോജിക്കൽ തിങ്കിങ് എത്രത്തോളം അടിപൊളിയാണോ അത്രത്തോളം നല്ല ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പറായിട്ട് നിങ്ങൾക്ക് മാറാൻ പറ്റും. അല്ല, ഭാവിയിൽ നിങ്ങളൊരു മെഡിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യണമെന്ന് വിചാരിക്കുകയാണ്. ഈ പറയപ്പെടുന്ന ബയോളജിയിൽ, നമ്മൾ പഠിക്കുന്ന ബയോളജിയിൽ എത്രത്തോളം ഡീപ്പ് ലെവലിൽ നിങ്ങൾക്ക് കോൺസെപ്റ്റുകൾ അറിയാം അത്രത്തോളം എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു മെഡിക്കൽ ഫീൽഡിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സൽ ചെയ്യാൻ പറ്റുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഏതൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടി ഒരു പരീക്ഷ എഴുതുന്ന ആ വർഷത്തിനപ്പുറം അതിന് മുമ്പേയുള്ള വർഷങ്ങളിൽ എന്തെല്ലാം നേടിയെടുത്തു, ആ കുട്ടിയുടെ വേര് എത്രത്തോളം സ്ട്രോങ് ആക്കിയിട്ടുണ്ട് എന്നതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ആ ഒരു കുട്ടിയുടെ സക്സസ് ഡിഫൈൻ ചെയ്യുക. അപ്പം ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന പൊന്നു മക്കളോട് പറയാനുള്ളത്, നിങ്ങൾ ജീവിതത്തിൽ സക്സസ്ഫുൾ ആവണമെന്ന് എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ബാംബു ട്രീയെ പോലെ വലിയൊരു വളർച്ച നിങ്ങൾക്ക് നേടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റൂട്ടുകൾ അത്രയും സ്ട്രോങ് ആയിരിക്കണം. നിങ്ങളുടെ അക്കാദമിക് ലെവലിൽ നോക്കുമ്പോൾ നിങ്ങളുടെ ഫൗണ്ടേഷൻ അത്രയും സ്ട്രോങ് ആയിരിക്കണം. നിങ്ങൾക്കറിയാം, നമ്മൾ പഠിക്കുന്ന സാധാരണ ടെക്സ്റ്റ് ബുക്കുകളിൽ ഒരിക്കലും ഈ ഒരു ലെവലിലുള്ള നോളജ് ഇല്ല എന്നുള്ളത് നിങ്ങൾക്കറിയാം. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ടെക്സ്റ്റ് ബുക്കിന് അപ്പുറത്തുള്ള അറിവുകൾ നേടണം. മാത്തമാറ്റിക്സിലൊക്കെ ചാലഞ്ചിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യണം. ലോജിക്കലി തിങ്ക് ചെയ്യാൻ നമുക്ക് പറ്റണം. ബയോളജിയുടെ ഒക്കെ ഡീപ്പ് ലെവൽ കോൺസെപ്റ്റുകൾ നമുക്കറിയണം. അതിനുള്ള ഏറ്റവും നല്ലൊരു സൊല്യൂഷനാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. ഫൗണ്ടേഷൻ കോഴ്സ്
2026-27. നിങ്ങൾ ഏതൊരു എക്സാമിന് വേണ്ടി ആയിക്കോട്ടെ, ഭാവിയിൽ അല്ലെ ഏതൊരു കരിയറിലേക്ക് എത്തണമെന്ന് ചിന്തിച്ചോട്ടെ, അതിന് വേണ്ടിയിട്ട് കൃത്യമായ ഗൈഡൻസോട് കൂടിയിട്ട് IITians-ഉം NITians-ഉം ഡോക്ടേഴ്സും ഒക്കെ നിങ്ങളുടെ ടീച്ചേഴ്സ് ആയിക്കൊണ്ട് ഈ പറഞ്ഞ എല്ലാ ലെവലുകളെയും ടച്ച് ചെയ്യുന്ന രീതിയിൽ നിങ്ങളെ അടിപൊളിയായിട്ട് ഗൈഡ് ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് ഫൗണ്ടേഷൻ കോഴ്സ് ആയിരിക്കും എജുപോർട്ടിന്റെ ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമുക്ക് 1-2 വർഷം കൊണ്ടൊന്നും ഒരു റിസൾട്ട് മേ ബി വിസിബിൾ ആയിക്കൊള്ളണം എന്നില്ല. പക്ഷേ ഈ 1-2 വർഷങ്ങളിൽ നമ്മൾ നേരത്തെ ബാംബു ട്രീ പറഞ്ഞ പോലെ തന്നെ ഈ 1-2-3 വർഷങ്ങളെ കൊണ്ടൊക്കെ നമ്മൾ നമ്മളുടെ ഈ പറയുന്ന റൂട്ട് സെറ്റാക്കി പിന്നെ ആ സക്സസിനെ ഏറ്റുവാങ്ങാൻ റെഡി ആയാൽ മാത്രം മതിയാവും. സോ നിങ്ങളെ മുന്നിലുള്ള ഏറ്റവും വലിയൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് എജുപോർട്ടിന്റെ ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറയുന്നത്. സോ കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് ആൻഡ് അഫോർഡബിൾ ആയിട്ടുള്ള ഈ ഒരു ഫൗണ്ടേഷൻ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾ കമന്റ് ബോക്സിൽ ഒരു ലിങ്ക് ഉണ്ടായിരിക്കും, അതിൽ ജസ്റ്റ് ഒന്ന് രജിസ്റ്റർ ചെയ്തിട്ടാൽ മാത്രം മതി. ഒരു പക്ഷേ നിങ്ങളുടെ ഭാവി തീരുമാനിക്കാൻ പോകുന്ന, നിങ്ങളുടെ സക്സസിനെ നിർണ്ണയിക്കാൻ പോകുന്ന ഒരു രജിസ്ട്രേഷൻ ആയിട്ട് അത് മാറും.